Hello everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇറ്റ് ഈസ് അബൌട്ട് മീ കളറിങ് മൈ ഹെയർ. കാരണം ലാസ്റ്റ് ടൈം ചെയ്ത കളർ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 6 മാസം കഴിഞ്ഞു, മോർ ദാൻ ദാറ്റ്, ആൻഡ് ഫേഡായി. സോ ഐ എം പ്ലാനിങ് ടു ഡു ഇറ്റ് അഗെയിൻ. എനിക്ക് മുടി വെട്ടണമെന്നായിരുന്നു ആക്ച്വലി ആഗ്രഹം, പക്ഷേ സംഹൗ ഐ എം സ്റ്റിൽ ഇൻ ദാറ്റ് ഡൗട്ട് ദാറ്റ് ഇഫ് ഐ ഷുഡ് കട്ട് മൈ ഹെയർ. കാരണം അത്യാവശ്യം നല്ല ലെങ്ത് ആയി വരുന്നുണ്ട്. പിന്നെ എൻ്റെ മുടി കേളി ഹെയർ ആയതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, വളരത്തില്ല. അല്ലെങ്കിൽ തന്നെ എത്ര മുടി വളർന്നാലും ഇവിടം വരെ ഇരിക്കത്തുള്ളൂ. ബിക്കോസ് എത്രത്തോളം നീളം വരുന്നു അത്രത്തോളം അത് കയറിപ്പോകും. സോ എനിക്ക് ഐ വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് ദാറ്റ് ഹ്യൂജ് ഡിസിഷൻ ഓഫ് കട്ടിങ് മൈ ഹെയർ. അതുകൊണ്ട് because I was really into having a change, I planned to do my hair color. So here we are doing it. So ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഹെയർ കളർ കോംബോ ഇറ്റ് ഈസ് തലതിരിഞ്ഞു പോയി, വല്ലാത്തൊരു കഷ്ടപ്പാടാണോ. ഇറ്റ് ഈസ് ദിസ് ഈസ് ഫ്രം പാരഡൈസ്. ഞാൻ ഇതുവരെയായിട്ടും വീട്ടിൽ ഹെയർ കളർ ചെയ്യുന്നത് എല്ലാം പാരഡൈസിൽ നിന്നാണ്. ഐ ഹവ് ട്രൈഡ് ദെയർ സിനമൺ ബ്രൗൺ, പിന്നെ റൂബി റഷ് ആൻഡ് ഹേസൽ ബ്രൗൺ. ഇപ്പം ദാ വീണ്ടും റൂബി റഷ് ആൻഡ് വെൽവെറ്റ് ബർഗണ്ടി. ദീസ് ആർ ദി 2 ഹെയർ കളേഴ്സ് ദാറ്റ് ഐ എം ഗോയിങ് ടു മിക്സ്. എൻ്റെ ഇൻസ്പിറേഷൻ ഞാൻ ഇവിടെ കാണിക്കാം. ഐ ഹോപ്പ് സോ ഈ ഒരു കളറിൽ എത്തുമായിരിക്കും. എത്തിയില്ലെങ്കിൽ നമ്മൾ എത്തിപ്പിക്കും, അത്രേ ഉള്ളൂ. സോ യാ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. കാണുമ്പം ചകിരിയായിട്ട് പോലെ തോന്നുമെങ്കിൽ ദിസ് ഹെയർ ഇസ് സോ സോഫ്റ്റ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ മുടി ഞാൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ കുറേ പേര് പാരഡൈസ് ഹെയർ കളറിന്റെ കാര്യത്തിൽ ഐ ഹവ് സീൻ മിക്സ്ഡ് റിവ്യൂ അബൌട്ട് ഇറ്റ്. പക്ഷേ ആസ് എ പേഴ്സൺ ഹു ഹാവ് യൂസ്ഡ് പാരഡൈസ് ഹെയർ കളർ 4 ടൈമോളം ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ട്. ആ 4 ടൈമും ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു വട്ടം മാത്രം എൻ്റെ ഫ്രണ്ട് പ്രൊഫഷണലായിട്ട് ഞാൻ പോയി ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള 4 വട്ടവും ഞാൻ ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, പാരഡൈസിന്റെ. ആൻഡ് എനിക്കിതുവരെയായിട്ടും ഹെയർ ഡാമേജ് തോന്നിയിട്ടില്ല. ആദ്യത്തെ ഒരു വട്ടം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഹെയർ ഡാമേജ് വന്നെന്ന്. പക്ഷെ നോ, അത് പ്രോപ്പർ കെയർ ചെയ്യുവാണെങ്കിൽ, ആഫ്റ്റർ കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഡാമേജ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. എൻ്റെ മുടി നല്ല ഫ്രിസിയാണ്, കേളി ഹെയർ ആയതുകൊണ്ട് അറിയാലോ. ബട്ട് ഐ ഹാവൻറ്റ് ഫേസ്ഡ് എനി കൈൻഡ് ഓഫ് ലൈക്ക് അങ്ങനത്തെ ഇഷ്യൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ദിസ്. സോ ആദ്യമേ വി ഹാവ് ഗ്ലോസി കളർ ക്രീം. ഹെയർ കളർ ഡെവലപ്പർ ആണ്. ബ്രഷ്, ഓബ്വിയസ്ലി വി നീഡ് എ ബ്രഷ്. ഇതെന്ത് പറ്റി, വാട്ട് ഇസ് ദിസ്? ആൻഡ് പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് ഇമ്പോർട്ടൻറ്റ് സാധനം, ദാറ്റ് ഇസ് കളർ കെയർ ഷാംപൂ ആൻഡ് കളർ കെയർ കണ്ടീഷണർ. ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാഡ് 2 ഷാംപൂ ആൻഡ് 2 കണ്ടീഷണർ. ഐ തിങ്ക് അത് ആദ്യത്തെ കണ്ടീഷണർ ആൻഡ് ഷാംപൂ ഇറ്റ് ഇസ് അബൌട്ട് നമ്മൾ കളർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ 2 ആഴ്ചയോ 4 ആഴ്ചയോ എന്തോ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഷാംപൂവും കണ്ടീഷണർ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വേറൊന്നും കൂടെ ഉണ്ട്. ഇത് 2 മാത്രമേ ഉള്ളൂ. സോ വെൽവെറ്റും കൂടെ പൊട്ടിക്കണം. അതിലും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. വി ഓൾസോ ഗെറ്റ് ഇതിനെന്താ പറയുന്നത്, ഗ്ലൗസ്. വി ഓൾസോ ഗെറ്റ് ഗ്ലൗസ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഇറ്റ് ഈസ് റീഡിങ് ദ മാനുവൽ. നമ്മുടെ നീഡിനനുസരിച്ച് മാത്രം കളർ ഇട്ടാലേ നമുക്ക് കളർ വരത്തുള്ളൂ. കുറെ പേർക്ക് കളർ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഇറ്റ് ഈസ് ബിക്കോസ് നിങ്ങൾ മാനുവൽ വായിച്ചിട്ടില്ലായിരിക്കും. ചിലർക്ക് അത് വരത്തില്ലായിരിക്കും ബിക്കോസ് ഡാർക്ക് ഹെയർ ആയിട്ടില്ല. എൻ്റെത് ഡാർക്ക് ഹെയർ അല്ല ആക്ച്വലി. കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും അതെൻ്റെ ഈ പറയുന്ന ലിവിങ് കണ്ടീഷണർ, എണ്ണ, ഇങ്ങനെയുള്ള സാധനമൊക്കെ യൂസ് ചെയ്താണ് കുറച്ചുകൂടി കറുപ്പൊക്കെ തോന്നിക്കുന്നത്. അല്ലാത്ത പക്ഷം എൻ്റെ ബ്രൗൺ ഹെയർ ആണ്. സോ അപ്പം ഇതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം ഞാൻ 2 കളർ മിക്സ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഫുൾ ഒരു ട്യൂബ് മൊത്തം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വാട്ട് ഐ വിൽ ബി ഡൂയിങ് ഇസ് ഹാഫ് ഓഫ് റൂബി റഷ് ആൻഡ് ഹാഫ് ഓഫ് വെൽവെറ്റ് ബർഗണ്ടി. ദാറ്റ് ഇസ് വാട്ട് ഐ എം തിങ്കിങ്. ഇത് പൊട്ടിക്കാനേ ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് ആക്ച്വലി ഇത് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്കറിയാം എന്നെപ്പോലും മണ്ടന്മാർ കുറെ പേര് ഉണ്ടായിരിക്കും. നമ്മൾ ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ഈ സ്റ്റീലിന്റെ ഇങ്ങനത്തെ സീലൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോയി പെന്നെടുക്കും, എന്തെങ്കിലും കുത്താനെടുക്കും. പക്ഷെ ആക്ച്വലി ഇതിനകത്ത് ഇൻബിൽഡ് സാധനം ഉണ്ട്. മിക്ക ക്യാപ്പിലും ഉണ്ട് ഗൈസ്, ഇങ്ങനൊരു സാധനം ഉണ്ട്. അതിങ്ങനെ വെക്കുക. പൊട്ടി ദേ. അപ്പൊ നമ്മൾ ആദ്യമേ റൂബി റഷ് ആണ് എടുക്കുന്നത്. ഞാൻ റൂബി റഷ് നല്ലപോലെ എടുത്തു. കളർ ഫെയ്ഡ് ആകുമ്പോൾ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇറ്റ് ഈസ്
വെൽവെറ്റ് ബർഗണ്ടി. കാരണം ഒത്തിരി ഡാർക്ക് ആയി പോയാൽ കളർ കാണത്തില്ല. അപ്പം മതിയായിരിക്കും. നല്ല മണം കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ബോട്ടിൽ ഡെവലപ്പറിൽ 1 ബോട്ടിൽ ഓഫ് ഡെവലപ്പർ നമ്മൾ യൂസ് ചെയ്യും. മൊത്തം പകുതിയല്ല, മൊത്തം. ബിക്കോസ് ഇതാണ് നമ്മുടെ കളറിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സാധനം. സോ ഇത് അത്യാവശ്യം നല്ലപോലെ ജനറസ്ലി യൂസ് ചെയ്യണം. നമുക്കിത് മിക്സ് ചെയ്യാം. ഓക്കെ, ഈ ഡെവലപ്പർ ഇട്ട് കഴിയുമ്പോൾ ഒരു വൃത്തിയായിട്ട് മണം വരും. എനിക്കത് ഇഷ്ടമല്ല. ഐ തിങ്ക് ഇത്രയും കളിക്കാൻ മതിയായിരിക്കും. എന്നാലും എനിക്കൊരു ഷ്യോറിറ്റിക്ക് ദിസ് ഇസ് വാട്ട് ദി കളർ ലുക്സ് ലൈക്ക്. ദിസ് ഇസ് ദി കളർ ഐ വാണ്ട് ആക്ച്വലി. നമ്മളൊരു മെയിൻ കാര്യം ചെയ്തില്ല. വാസ്ലിൻ അല്ലെങ്കിൽ എണ്ണ പുരട്ടണം, അല്ലെങ്കിൽ നല്ല പോലെ സ്റ്റെയിൻ ആകും. എന്തിനാ വെറുതെ വാസ്ലിൻ, ചെറിയൊരു ബോട്ടിൽ വാസ്ലിനകത്ത് അത്യാവശ്യം നല്ല പോലെ എടുത്ത് ഇവിടെ, കാരണം സ്റ്റെയിൻ ആവണ്ട. എന്ത് വന്നാലും സ്റ്റെയിൻ വരരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കളറിങ്. അതുകൊണ്ട് നമ്മൾ പാർട്ടീഷൻ എങ്ങനെ ചെയ്യും? ഒന്നുമില്ല, എങ്ങനെ ചെയ്യും? കളർ എടുക്കുക, ഇങ്ങനെ വെച്ചിട്ട് ആദ്യമേ തുമ്പിന്ന് തുടങ്ങണം. ടിപ്പ് ഓഫ് യുവർ ഹെയർ, അതായിരിക്കണം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഹെയർ കളർ ചെയ്ത് മൊത്തം കളർ ചെയ്ത് വന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഹെയർ കളർ ചെയ്തു. സോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. സീ, ഇതാണ് ഞാൻ പറഞ്ഞത്. ട്രൈ ടു പുട്ട് വാസ്ലിൻ അറൗണ്ട് യുവർ ഹാൻഡ്സ് ആസ് വെൽ, ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. അയ്യോ, എന്റെ റോസ് ഡയമണ്ട് ഹാസ് ടേൺ ഇൻ ടു സംതിങ് ലൈക്ക് റൂബി. മാർസിന്റെ മേക്കപ്പ് റിമൂവർ വൈറ്റ്സ് എടുത്ത് നമ്മൾ തുടയ്ക്കാൻ തുടങ്ങാം. കുറച്ച് ഹാഷ് സ്റ്റെയിനാണ്, പക്ഷെ പൊക്കോളും. തലയാട്ടുന്നതനുസരിച്ച് എന്റെ മുഖത്ത് മൊത്തം കളറാകും. So we'll see the after result after a while. So this is the result for my hair color I did yesterday. മുടിയുടെ കോലം നോക്കണ്ട, ദിസ് ഇസ് അൺസ്റ്റൈൽഡ് ഹെയർ ഓഫ് മൈൻ. ഞാനിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് ലെറ്റിംഗ് മൈ കേൾസ് ബി ദ വേ ഇറ്റ് ഇസ്. അതുകൊണ്ട് നല്ല ഫ്രിസി ഹെയർ ആണ്. ഐ മീൻ ദാറ്റ് ഇസ് വെരി കോമൺ ഇൻ കേളി ഹെയർ ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി നോർമലൈസ്ഡ്. എപ്പോഴും ഫോഴ്സ്ഡ് കേൾസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റൈൽഡ് കേൾസ് ആണെങ്കിൽ മാത്രമേ ബ്യൂട്ടിഫുൾ ആവുള്ളൂ എന്ന് മാത്രമല്ല, ഈവൻ ഇഫ് വി ലെറ്റ് ഇറ്റ് ബി ദ വേ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഐ എം ഇൻ ലവ് വിത്ത് മൈ ഹെയർ ആക്ച്വലി. സി, ഐ വിൽ ഷോ ദി ബാക്ക് സൈഡ് ഓഫ് മൈ ഹെയർ. ദിസ് ഇസ് വാട്ട് ദി കളർ ലുക്സ് ലൈക്ക്. വെട്ടത്തിൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. വെട്ടത്തിൽ കുറച്ചുകൂടെ എടുത്ത് നിൽക്കും ഈ കളറ്. കാരണം എൻ്റെ ഹെയറിൽ നേരത്തെ തന്നെ കളർ ചെയ്തതിൻ്റെ ഫെയ്ഡഡ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുകൂടെ എടുത്ത് കാണുന്നുണ്ട്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിങ്ങനെ ഇപ്പം ഞാൻ ബനാന ക്ലിപ്പൊക്കെ ഉപയോഗിച്ച് ഞാൻ കാണിക്കാം. ഇതുപോലൊക്കെ ഹെയറൊക്കെ എന്താ പറയുക, സ്റ്റൈൽ ചെയ്യുമ്പോഴേക്കും നല്ല രസമായിട്ടിരിക്കും. കണ്ടോ, ഞാൻ കാണിക്കാം. ടാങ്, കൊള്ളാല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ചോദിക്കും വെട്ടത്തിൽ എങ്ങനെയായിരിക്കും ഹെയർ കളർ ഇരിക്കുന്നതെന്ന്, അതുകൊണ്ട് കാണിക്കാം. കാണുന്നുണ്ടോ? ദിസ് ഈസ് വാട്ട് മൈ ഹെയർ കളർ ലുക്സ് ലൈക്ക് ഇൻ വെട്ടം. അല്ല, ഇനി നല്ലൊരു വെട്ടത്തിൽ കാണണമെങ്കിൽ വെയിറ്റ്. മേക്കപ്പ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, കാണുന്നുണ്ടോ? ശേഷം വെട്ടത്തിൽ കൊള്ളാല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ഞാൻ മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം മോട്ടിവേറ്റ് മീ, ഓക്കെ? സോ അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ